ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ഇന്നലെ നമ്മുടെ ഇന്ത്യയിലെ മറ്റേ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചതിൻ്റെ സന്തോഷത്തിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനൊരു കുറേ പേര് എനിക്ക് കമൻ്റ് ഇട്ടിരിക്കുന്നു. എനിക്ക് വയസ്സായില്ലേ, തെറിയാണ്. ഞാനത് കാരണം ആ തെറി വാക്ക് ഉപയോഗിക്കുന്നില്ല. കാരണം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. മറ്റുള്ളവരെ പോലെ രാമൻ്റെ ക്ഷേത്രത്തിലത്തെ കട്ടുകൊണ്ടുപോയിട്ട് ആ ഭഗവാന്റെ പൈസ തീട്ടം തിന്നുന്ന ആളല്ല ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ആളാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, 20 കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് അത് നിർത്തിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്ത 20 കുട്ടികൾ ഈ കമൻറ്റിൽ വന്ന് വേണ്ടാത്തത് എഴുതിയ കൂതറകളിൻ്റെ മക്കളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? എടോ, ഈ ജീവിതത്തിൽ പാർട്ടിയല്ല വലുത്, മനസാക്ഷി. ഇന്നലെ ആ സമരം ചെയ്യാൻ വന്നതിലെ സ്ത്രീകളെ ഒരു പോലീസുകാരൻ അവളുടെ മാറത്ത് പോയി പിടിക്കുന്നു, ഒരു സ്ത്രീൻ്റെ ചന്തിയിൽ ലാത്തി കൊണ്ട് കുത്തുന്നു. ഒരു സ്ത്രീ എന്നൊരു നിലയ്ക്ക് അത് കാണുമ്പോൾ എനിക്കും വേദനയുണ്ട്. ഞാൻ സ്ത്രീയാണ്. നാളെ എനിക്കും ഇത് ചെയ്യാൻ വരില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇതെല്ലാം RSSൻ്റെ വേഷം കെട്ടി വന്ന, നിങ്ങൾ കാശ് കൊടുത്ത് വേഷം കെട്ടിച്ച് പോലീസാണെന്ന് പറഞ്ഞ് മിലിറ്ററിക്കാരാണെന്നും പറഞ്ഞ് വന്ന അവിടുത്തെ ആൾക്കാർ ചെയ്ത തെമ്മാടിത്തരമാണത് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും ജനങ്ങൾ, ഇത്രയും കുഞ്ഞുങ്ങൾ, അവരുടെ അപ്പനും അമ്മയും, എല്ലാ സംഘടനക്കാർ, സിനിമയിലത്തെ ആൾക്കാർ, രാഷ്ട്രീയക്കാർ, എല്ലാ ആൾക്കാരും ഈ ഇത്രയും ദിവസമായിട്ട് ആ ഡൽഹിയിൽ സമരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങളത് സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യാതെ പോലീസിനെ കൊണ്ട് നിങ്ങൾ അടിച്ചമർത്താം എന്ന് കരുതിയവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ചർച്ച വയ്ക്കണമായിരുന്നു. ഈ നാറിനെ, ആ നാറിൻ്റെ ഒരു BJPക്കാരൻ്റെ മകൻ പരീക്ഷയ്ക്ക് പേപ്പർ മേടിച്ചത് എത്ര ലക്ഷം രൂപയ്ക്കാണ്? എന്നിട്ട് ആ കുട്ടിക്ക് മാർക്ക് കിട്ടിയത് എത്രയാണ്? അങ്ങനെ ഓരോരോ കുഞ്ഞുങ്ങൾ, നിങ്ങൾ താമരൻ്റെ ചന്തം കണ്ടിട്ടും കൊടിൻ്റെ ചന്തം കണ്ടിട്ടും നിങ്ങൾ നിയമവിരുദ്ധമായിട്ട്, നമ്മുടെ കേരളത്തിലും ഉണ്ടല്ലോ കുറേ നാറികൾ. ആ ബിഗ് ബോസിൽ പോയ ഒരു നാറി ഉണ്ടല്ലോ, ഡോക്ടറാണെന്ന് പറഞ്ഞവൻ. അവനൊക്കെ എന്തിനാ ഡോക്ടർ ഭാഗം പഠിച്ചിരിക്കുന്നത്? ഇത്രയും മനസാക്ഷിയിൽ ഇല്ലാത്തവൻ ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞ് ഒരു രോഗിനെ ഇവൻ എങ്ങനെ നോക്കും? വേറെ വല്ല ഒരു പാർട്ടിക്കാരെ, ഇവൻ BJP ആണ്, ഒരു കോൺഗ്രസ്സുകാരനോ ഒരു CPMകാരനോ അവൻ്റെ അടുത്ത് നോക്കാൻ പോവുകയാണെങ്കിൽ അവനെ എങ്ങനെ നോക്കും? അപ്പോൾ അവൻ്റെ ജോലിയോട് അവന് ആത്മാർത്ഥതയുണ്ടോ? ഇല്ല. 12 കൊല്ലം നിങ്ങൾ ഭരിച്ചിട്ട് എല്ലാം വിറ്റു തൊലച്ചില്ലേ ഇന്ത്യനെ? ഇല്ലേ? നിങ്ങൾ ജാതി പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്? എടോ, മുസ്ലിം, ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാവരും നമ്മുടെ ഈ ഇന്ത്യയിൽ ജനിച്ചവരാണ്. ആരെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നു പാകിസ്ഥാന് കാശ് വന്നു. ആ രഞ്ജിനി ഹരിദാസിനോട് പറഞ്ഞാണ്, ചൈനയിൽ നിന്ന് കാശ് വാങ്ങി. എനിക്കാരും കാശ് തരുന്നില്ലല്ലോ ഇത് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ കോൺഗ്രസ്സുകാരിയാണ്. ഞാൻ കോൺഗ്രസ്സുകാരിയാണ്. പക്ഷേ നിങ്ങൾ നല്ലത് ചെയ്താലും, CPM നല്ലത് ചെയ്താലും, BJP നല്ലത് ചെയ്താലും ഞാൻ അവർക്ക് കൈ കൊടുക്കും, ലൈക്ക് അടിക്കും. അതാണ് ഞാൻ ഒരിക്കലും പാർട്ടി നോക്കിയിട്ടോ ഒന്നുമല്ല. നിങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കാനാണ് നിങ്ങൾ ഇന്ത്യ ഭരിക്കാൻ കയറിയത്. എന്നിട്ട് നിങ്ങൾ ജനങ്ങളെ ഭരിച്ചോ? നിങ്ങളുടെ നാടുണ്ടല്ലോ ബംഗാളും ഗുജറാത്തും അവിടെ ഇവിടെയൊക്കെ. എന്നിട്ട് നിങ്ങൾ ആ നാടിനെ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? അത് വീഡിയോ പിടിച്ച് വീഡിയോയിലിട്ടാൽ നിങ്ങളെപ്പോലെയുള്ള തീട്ടം തീനികൾ, ചാണകം തിന്നുന്ന, ഗോമൂത്രം കുടിക്കുന്ന നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് തേണ്ടിത്തരവും തെമ്മാടിത്തരവും പറഞ്ഞ് മറ്റുള്ള ആൾക്കാരെ തോൽപ്പിക്കാമെന്നാണ് നിങ്ങൾ കരുതിയത്. തെറ്റുപറ്റിപ്പോയി നിങ്ങൾക്ക്. പിന്നെ തൃശ്ശൂർ ജയിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ കള്ളത്തരം ചെയ്തിട്ടല്ലേ ജയിച്ചത്? അല്ലെങ്കിൽ സുരേഷ് ഗോപി അവിടെ ജയിക്കുമായിരുന്നോ? ഈ വിവരമുള്ള നിങ്ങൾ, ഇത്രയും വിവരവും വിദ്യാഭ്യാസവുമുള്ള നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾ എവിടെ പോകും? അവർക്ക് ആര് നീതി നടപ്പിലാക്കും? മേജർ രവിയൊക്കെ പറഞ്ഞതൊരു
എന്താ പറയുക, അയാളൊക്കെ ഒരു മിലിറ്ററിക്കാരനല്ലേ അയാൾ? ഒരു മിലിറ്ററിക്കാരൻ, ഒരു പോലീസുകാരൻ എന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് ഇല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കാനും കൂടിയാണ്. ജനങ്ങളിൻ്റെ നികുതി പണത്തിലാണല്ലോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ഗവൺമെൻറ്. അപ്പോൾ അതിൻ്റെ കുറച്ച് മര്യാദയെങ്കിലും നിങ്ങൾ ജനങ്ങളോട് കാണിക്കണ്ടേ? ഓരോ പാവപ്പെട്ടവനെയും നിങ്ങൾ കാണിക്കുന്നത്, ഇല്ലെങ്കിൽ ജാതി പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്നത്. സുരേഷ് ഗോപിയൊക്കെ ഏതെങ്കിലും താഴ്ന്ന ജാതിക്കാരൻ അവൻ്റെ അടുത്തുകൂടി പോയിട്ടുണ്ടെങ്കിൽ ഉടനെ പോയി അവൻ മറ്റേ കയ്യിൽ തേക്കുന്ന സാധനം എടുത്ത് തേച്ച് കൈ കഴുകി സോപ്പിട്ട്. എന്താ നിങ്ങളുടെ ശരീരത്തിൽ ഓടുന്ന ചോരയും ചുവന്നതാണ്, എൻ്റെ ശരീരത്തിൽ ഓരുന്നതും ചോരയാണ്. താഴുന്ന ഒരു വയനാട്ടിൽ താഴുന്ന ഒരാൾക്കാരിൻ്റെ ശരീരത്തിൽ ഓടുന്നതും ചുവപ്പ് തന്നെയാണ്. അല്ലാതെ വലിയ ജാതിക്കളുടെ ശരീരത്തിൽ വേറൊരു ചോര, താഴ്ന്നവൻ്റെ ജാതിൻ്റെ വേറൊരു ചോര എന്നില്ല, ഒരേ ചോരയാണ്. മനസ്സിലാക്കിക്കോളി നിങ്ങൾ. ഇത് നിങ്ങളുടെ തുടക്കം മാത്രമാണ്. ഇനി നിങ്ങൾ ആര് എന്നെ വന്ന് പൊങ്കാലിട്ടാലും എനിക്കൊരു ചുക്കുമില്ല. മനസ്സിലാവണ്ട. നിങ്ങൾ തെറി പറയോ തെണ്ടിത്തരം പറയോ സത്യങ്ങൾ വിളിച്ച് പറയുന്നവരിനെ നിങ്ങൾക്ക് പണ്ടേ പിടിക്കില്ല. മനസ്സിലാവണ്ട. കോടികൾ നിങ്ങൾ കൊണ്ടുവന്നിട്ട് തട്ടിച്ചിട്ട് ചാക്ക് കണക്കിന് പണവും നിങ്ങൾ കട്ടുകൊണ്ട് പോയ ആൾക്കാരല്ലേ. ഇതൊക്കെ ജനങ്ങളുടെ പണമാണ്. എന്തിനാ ഏറെ പറയണം? രാമനെ വരെ നിങ്ങൾ വിറ്റ് തിന്ന ആൾക്കാരല്ലേ. രാമനെ എല്ലാവരും രാമൻ, കൃഷ്ണൻ, ശിവൻ എന്നൊക്കെ പറഞ്ഞാൽ ദൈവമായിട്ട് സങ്കല്പിക്കുന്നതാണ്. അവരിൻ്റെ വരെ കട്ടുകൊണ്ട് പോയിട്ട് തിന്നവരെ നിങ്ങൾ എന്ത് ചെയ്തു? വല്ലതും ചെയ്തോ? നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് കെട്ടുകണക്കിന് പണം നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് നിങ്ങളൊന്നും പറയില്ല. മനസ്സിലായോ? ബുദ്ധി വേണം, ബുദ്ധി. ഏത് പാർട്ടി ആയാലും നല്ലത് ചെയ്യുമ്പോൾ അവരെ നമ്മൾ സല്യൂട്ട് അടിക്കണം. അതിൽ പാർട്ടി നോക്കരുത്, ജാതി നോക്കരുത്, വിദ്യാഭ്യാസം നോക്കരുത്. അങ്ങനെയാണ് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. മിലിറ്ററിക്കാരനായ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചതാണ് ഞാനീ പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റില്ലെങ്കിൽ കാണണ്ട. നിങ്ങളതിൽ വന്നിട്ട് ഈ തെണ്ടിത്തരും തെമ്മാടിത്തരും പറഞ്ഞാൽ അതേ വാക്കിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ടെങ്കിൽ ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ അരി ഭക്ഷണമാണ് കഴിക്കുന്നത്, നിങ്ങൾ ചാണകമാണ് തിന്നുന്നത്, ഞാൻ വെള്ളമാണ് കുടിക്കുന്നത്, നിങ്ങൾ പശുവിൻ്റെ മൂത്രമാണ് കുടിക്കുന്നത്. അതായത് മനുഷ്യൻ കുടിക്കുന്ന പാൽ ഒഴുക്കി കളയുന്നു, മനുഷ്യൻ ഒഴിച്ച് കളയുന്ന സാധനം നിങ്ങൾ കുടിക്കുന്നു. അപ്പം നിങ്ങളുടെ ബുദ്ധി എത്ര ഉണ്ട് എന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ ചോറ് തിന്നണവർക്ക്. ഓക്കെ, ബൈ. അപ്പോൾ എനിക്ക് കമൻ്റ് ഇട്ട എല്ലാവർക്കും വലിയൊരു നമസ്കാരം.